വിവാദങ്ങൾക്കിടെ സിനിമ കണ്ട് കൂടുതൽ നേതാക്കൾ. കലയെ കലയായി കാണണമെന്ന് എം.വി. ഗോവിന്ദൻ പറഞ്ഞു. ഭരണകൂടമാണ് അതിന്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു പ്രസ്ഥാനം എന്ന രീതിയിലല്ല ഞാൻ കാണുന്നത്. സംഘപരിവാർ വിഭാഗങ്ങൾ ഉൾപ്പെടെ ചേർന്ന ഭരണകൂട സംവിധാനം നിങ്ങളിങ്ങനെയുള്ള സിനിമയുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന കൃത്യമായ അടയാളപ്പെടുത്തലിന്റെ ഭാഗമായിട്ടാണ്. ഇനി എന്ത് മാറ്റാ വരാൻ പോകുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. ആ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗം അതാണ്. പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. പൊതുവെ ഏതൊരു സിനിമയും കാണാനും അത് ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും അതിനെക്കുറിച്ച് വിമർശിക്കാനും നല്ലത് പറയാനൊക്കെയുള്ള അവകാശം ഒരു ജനാധിപത്യ രാജ്യത്തിലുണ്ട്. ഇവിടെ അസഹിഷ്ണുതയുടെ പര്യായമായി ജനാധിപത്യ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നവരായി ചിലർ മാറുകയാണ്. രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്തിയത് ഏതാശയമാണ്, ഗുജറാത്ത് വംശീയ ഹത്യ ഏതാശയത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതൊക്കെ മലയാളിക്ക് മനഃപ്പാടമാണ്. എന്ത് വെട്ടിമാറ്റിയാലും ചരിത്രത്തിലെ വസ്തുതകളെ വെട്ടിമാറ്റാനാകില്ല. ചരിത്രത്തിലെ വസ്തുതകൾ പ്രത്യേകിച്ച് മലയാളികളുടെ മനസ്സിൽ അത് ഒരു പോസ്റ്റർ പതിഞ്ഞതുപോലെ കിടക്കുന്നതാണ്. ഗുജറാത്ത് വംശീയഹത്യക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്, ഗുജറാത്ത് വംശീയഹത്യയുടെ സ്പോൺസർമാരാരാണ് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനെ എങ്ങനെ വെട്ടിമാറ്റാൻ നോക്കിയാലും മലയാളിയുടെ മനസ്സിൽ നിന്ന് പോവില്ല. എങ്ങനെ വെട്ടിമാറ്റിയിട്ട് കാര്യമില്ല, ബാക്കി പോട്ടെ. എമ്പുരാനെതിരായ ആക്രമണം ഗൂഢാലോചനയുടെ ഭാഗമെന്ന് കോൺഗ്രസ് നേതാവ് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. സിനിമ കണ്ട ശേഷമായിരുന്നു പ്രതികരണം. തങ്ങളുടെ കുറ്റബോധം തങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞുള്ള ഒരു സിനിമയായി മാറിയോ എന്നത് സാങ്കല്പികമാണെന്ന് അവർ പറഞ്ഞാലും ഇത് യാഥാർത്ഥ്യമാണെന്ന് അവർ സ്വയം തിരിച്ചറിഞ്ഞ് അവരുടെ കുറ്റം തിരിച്ചറിഞ്ഞതിനുള്ള ആമർഷം. രണ്ട്, ഈ കേരളത്തെ ചുറ്റിപ്പറ്റി അവർ കെട്ടിപ്പൊക്കാൻ ഉദ്ദേശിക്കുന്ന ചില മായികമായിട്ടുള്ള വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങളുണ്ട്. അത് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ള ആശങ്ക. ഇത് രണ്ടുമുള്ള കൃത്യമായിട്ടുള്ള ഇത് രണ്ടിൻ്റെയും ആഘാതത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഗൂഢാലോചന, അത് വൻ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായ ഗൂഢാലോചനയാണ് ഈ സിനിമയ്ക്കെതിരായിട്ടുള്ള ആക്രമണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ സംഘാടകരോ സംവിധായകരോ അല്ലെങ്കിൽ അതിൻ്റെ അണിയറ പ്രവർത്തകരോ ആരും ഉദ്ദേശിക്കാത്ത മാനത്തിലേക്ക് സിനിമ വന്നത് ഇവരുടെ എതിർപ്പിൻ്റെ കാഠിന്യം കൂടിയതുകൊണ്ടാണ്. ആ എതിർപ്പ് കൊണ്ട് ഒന്നുകൊണ്ടാണെന്ന് അത് വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാവും.